ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രേസസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മഷ്റൂം പുലാവാണ്. ഇത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം മഷ്റൂമാണ്. സോ ഞാനിവിടെ ഒരു 400 ഗ്രാം മഷ്റൂം നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മളൊരു ബൗളിലേക്ക് 2 ഗ്ലാസ് അരി, അതായത് ഏകദേശം ഒരു 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. സോന മസൂരി അല്ലെങ്കിൽ ബുള്ളറ്റ് റൈസ്, ഈ 2 റൈസാണ് പുലാവിന് എപ്പോഴും നല്ലൊരു ഓപ്ഷന്. സോ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊരു 2-3 തവണ ഈ അരി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഈ വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 15-20 മിനിറ്റ് ഈ അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് നെയ്യ്, ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ എല്ലാ സ്പൈസസും നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. ഇതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, മറാഠി മുഗ്, സ്റ്റോൺ ഫ്ലവർ, പിന്നെ സ്റ്റാർ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 ഉള്ളി നീളത്തിലരിഞ്ഞത്. 1/2 കിലോ റൈസിന് 2 ഉള്ളി മതിയാവും. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം നമ്മളിതിലേക്ക് പച്ചമുളക് അരച്ച് ചേർക്കുകയാണ്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി. ഈ എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴാണ് നമ്മൾ ഇതിനേക്കുള്ള പച്ചമുളകും മല്ലിയിലയും പുതിനയും കൂടി അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് മുൻകൂട്ടി അരച്ച് വെക്കരുത്. ഈ ഉള്ളി വഴറ്റി വരുമ്പോഴാണ് ഇത് നമ്മൾ അരച്ച് ഫ്രഷായിട്ട് തന്നെ ചേർക്കാം. പിന്നെ അതേ ജാറിലേക്ക് തന്നെ നമ്മളൊരു 2 തക്കാളിയും കൂടി അരച്ചെടുക്കാൻ പോവാണ്. ചെറുതാണെങ്കിൽ 2 തക്കാളി, വലിയതാണെങ്കിൽ 1 തക്കാളി. സോ അതും നമ്മൾ ഫ്രഷായിട്ട് തന്നെ അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ്. മഷ്റൂം ഞാൻ മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തൈരും കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് ഈ റൈസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരി ചേർത്തതിന് ശേഷം നമ്മളൊരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. സാദാ വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഇതിൻ്റെ പ്രോസസ്സുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എപ്പോഴും ചിക്കൻ ബിരിയാണി കഴിക്കുന്നവർക്ക് ഒരു ചേഞ്ച് ആവും. ഈ ഒരു റെസിപ്പി നിങ്ങളൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റി, കണ്ടില്ലേ, ഇതുപോലെ കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ആ ഗ്രീൻ പീസ് ഇട്ടത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ചൂടോടെ തന്നെ
ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ സ്പൈസി ഹോട്ട് മഷ്റൂം പുലാവ് ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ടേക്ക് കെയർ. ബൈ.